ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു കുടുംബത്തിലെ ഇരട്ടക്കുട്ടികൾക്ക് വയറിളക്ക രോഗം പിടിപെട്ടു. പരിശോധനയിൽ അത് ഷിഗല്ല എന്ന കുറച്ച് മാരകമായ ബാക്ടീരിയ ആണെന്ന് കണ്ടെത്തുകയും മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മരണപ്പെട്ടു. ഷിഗല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗം സാധാരണ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്നതാണ്. ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. സാധാരണ പലതരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ മഴക്കാലത്ത് പടർന്നു പിടിക്കാറുണ്ട്. സാൽമൊണല്ല ഇൻഫെക്ഷൻ, വൈറൽ ഗാസ്ട്രോ എൻട്രൈറ്റിസ്, കോളറ ഉണ്ട്, അമീബിക് ഡിസെൻട്രി, ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമെങ്കിലും ഇവയിലൊക്കെ ഏറ്റവും കൂടുതൽ മാരക ശേഷിയുള്ളതും മരണനിരക്ക് താരതമ്യേന കൂടുതലുള്ളതുമാണ് ഷിഗല്ല ഇൻഫെക്ഷൻ. സാധാരണ ഷിഗല്ല ബാക്ടീരിയ രോഗം ബാധിച്ച ഒരാളിൽ നിന്നും ആണ് മറ്റൊരാളിലേക്ക് പകരുന്നത്. അത് അവരുടെ മലവിസർജ്യങ്ങൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പകർന്നാലോ ഇല്ലെങ്കിൽ അവരുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നാലോ ഒരുപക്ഷെ ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ മറ്റ് ഏതൊരു വയറിളക്ക രോഗങ്ങളിലും ബാക്ടീരിയകളോ വൈറസുകളോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, അതായത് ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ആയിരങ്ങളോ ലക്ഷങ്ങളോ നമ്പർ ബാക്ടീരിയ ഒരാൾക്ക് വന്നാൽ മാത്രമേ അവർക്ക് ശരീരത്തിൽ ഈ രോഗം ബാധിക്കുകയുള്ളൂ. എന്നാൽ ഷിഗല്ലയുടെ പ്രത്യേകത ഇത് വെറും 5 ബാക്ടീരിയ, 5ഓ 6ഓ ബാക്ടീരിയ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകി അവയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒരാളുടെ ശരീരത്തിൽ, അതായത് രോഗം ബാധിച്ച ഒരാളുടെ മലവിസർജ്യങ്ങൾ നമ്മൾ അറിയാണ്ട് കൈകൊണ്ട് തൊടുകയോ ഇല്ലെങ്കിൽ ഈച്ച മുഖേന അത് പകരുകയോ ചെയ്താൽ, അതായത് അവരുടെ വിസർജ്യം വെള്ളത്തിൽ കലർന്ന് ആ വെള്ളം നാം ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ അവരുടെ വിസർജ്യത്തിൽ ഈച്ച വന്നിരുന്നിട്ട് ആ ഈച്ച നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലോ പാനീയത്തിലോ വന്നു കഴിഞ്ഞാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം. നമ്മുടെ ശരീരത്തിൽ ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് 3 മുതൽ 5 ദിവസം വരെയാണ്. അത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പനിയായിട്ട് തുടങ്ങുന്നു. അതോടൊപ്പം ശക്തമായ വയറുവേദനയും ലൂസ് മോഷനും ഡെവലപ്പ് ചെയ്യും. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി 2 ദിവസത്തിനകത്ത് തന്നെ ഇത് ഷിഗല്ലോക്സിൻ എന്ന് പറയുന്ന ഒരു അപകടകാരിയായ ഒരു ടോക്സിൻ പുറത്തുവിടുന്നു. ഈ ടോക്സിൻ നമ്മുടെ വയറിനകത്തുള്ള നമ്മുടെ എപ്പിത്തീലിയം, അതായത് നമ്മുടെ കുടലിനെ കവർ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിനെ നശിപ്പിക്കുന്നു. ഇത് വളരെ ശക്തമായ വയറിളക്കം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വയറിളക്കത്തോടൊപ്പം തന്നെ പഴുപ്പും ഒപ്പം രക്തവും ശരീരത്തിൽ നിന്ന് പോകുന്നത് കാണാം. സാധാരണഗതിയിൽ ഏത് പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കും എങ്കിലും ഏതാണ്ട് 70% ഈ രോഗം 5 വയസ്സിന് താഴെ ഉള്ളവരെയാണ്, അതായത് കൊച്ചു കുട്ടികളെയാണ് ധാരാളമായി ബാധിക്കുന്നത്. അവരിലാണ് ഇത് കൂടുതൽ മാരകമാകുന്നതും അപകട നിരക്ക് കൂടുന്നതും. ഇതിന് കാരണങ്ങൾ 2ആണ്. ഒന്ന്, കൊച്ചു കുട്ടികൾക്ക് മുതിർന്നവരെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി കുറവാണ്. 2, കുട്ടികളുടെ മലവിസർജ്യങ്ങൾ പലപ്പോഴും അറിയാതെ മറ്റു കുട്ടികളിലേക്ക് ഒക്കെ പടരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പകരുന്നത് ഡേ കെയറുകൾ, സ്കൂളുകളിലും നഴ്സറികളിലുമാണ്. കുട്ടികൾക്ക് ഇത് മാരകമാകുന്നത് പലപ്പോഴും രോഗം പ്രോപ്പറായിട്ട് തിരിച്ചറിയപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. അമിതമായ വയറിളക്കം മാത്രമല്ല കൂടുതൽ ഇവർക്ക് മാരകമാക്കുന്നത്. ബാക്ടീരിയകൾ വയറിനകത്ത് പുറപ്പെടുവിക്കുന്ന ഷിഗല്ല ടോക്സിൻ രക്തത്തിലേക്ക് കലർന്നിട്ട് ഇത് നമ്മുടെ കിഡ്നികളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു. പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ല എങ്കിൽ വൃക്കകൾക്ക് ഇൻഫെക്ഷൻ ബാധിച്ച് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്നു, മൂത്രം പോകാതിരിക്കുക, ശരീരത്തിൽ നീര് വരിക പോലുള്ള സിംറ്റംസ് കാണിക്കുന്നു. ക്രമേണ ഇത് കുട്ടിയുടെ ശരീരത്തിൽ സെപ്റ്റിസീമിയ ഉണ്ടാക്കുന്നു, അതായത് വൃക്കകൾ തകരാറിലാകുകയും ശരീരത്തിലെ മറ്റു അവയവങ്ങളിലേക്ക് രോഗബാധ ഉണ്ടാകുകയും അണുബാധ മുഖേന കുട്ടി മരണപ്പെടുകയും ചെയ്യുന്നു. മഴയും വെള്ളപ്പൊക്കവും കനത്തു നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഷിഗല്ല ബാക്ടീരിയ കേരളത്തിൽ പടരാനുള്ള സാധ്യത ഏറെയുണ്ട്. കാരണം ഇന്ന് വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ജനങ്ങൾ പലരും വെള്ളപ്പൊക്കം കാരണം താമസിക്കുന്നത് സ്കൂളുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിലാണ്. അവിടെ ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോ ശുദ്ധജലമോ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതും വാസ്തവമാണ്. ഷിഗല്ല ഇൻഫെക്ഷന് ഒരു പ്രോപ്പറായിട്ടുള്ള വാക്സിനുകളോ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഈ രോഗം പടരാതിരിക്കാൻ മുൻകരുതലുകളാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് വയറുവേദന, പനി, അതോടൊപ്പം തന്നെ ലൂസ് മോഷൻ, വയറിളക്കവും കാണുന്നു എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉടൻ തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട്
വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇത് ഷിഗല്ല രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടുകാർ ഒറ്റമൂലികളോ ഇല്ലെങ്കിൽ വീട്ടിലുള്ള നാട്ടുമരുന്നുകളോ പ്രയോഗിച്ച് നോക്കും. പക്ഷേ ഇത്തരത്തിലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സ തേടിയില്ലെങ്കിലോ ഇല്ലെങ്കിൽ സാരമില്ല എന്ന് കരുതിയിട്ട് ഈ കുട്ടിയെ സ്കൂളിലേക്കോ നഴ്സറിയിലേക്കോ വിട്ടുകഴിഞ്ഞാൽ ഇത് ആ സമൂഹത്തിനാകെ രോഗം പടരാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊന്ന്, മലമൂത്ര വിസർജനത്തിന് ശേഷം ശരിയായി ശരീരം ശുചിയാക്കുക എന്നുള്ളതാണ്. ഷിഗല്ല ബാക്ടീരിയ പടരുന്നത് മലത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മലവിസർജനം ടോയ്ലറ്റിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കണം. മലവിസർജനം നടത്തിയതിന് ശേഷം അവിടേക്ക് ഈച്ചയുടെ സാന്നിധ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകളും കാലുകളും പ്രോപ്പറായിട്ട് കഴുകി ശുദ്ധിയാക്കിയിരിക്കണം എന്നുള്ള കാര്യവും മറക്കരുത്. മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണം തന്നെയാണ്. നിങ്ങൾ കൈകളും മുഖവും വൃത്തിയാക്കിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ 40 സെക്കൻഡെങ്കിലും സോപ്പിട്ട് പ്രോപ്പറായിട്ട് കഴുകുക എന്നുള്ളത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മഴക്കാലത്ത് വെള്ളപ്പൊക്ക കെടുതികൾ കാരണം സ്കൂളുകളിലും മറ്റും താമസിക്കുന്നവർ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകളും മറ്റും പ്രോപ്പറായിട്ട് വൃത്തിയാക്കുക. ഈച്ചയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യവും ഈ ഒരു സമയത്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റു വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് ഷിഗല്ല ബാക്ടീരിയ കുറച്ചുകൂടി ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രോഗത്തിനെക്കുറിച്ച് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള അറിവുണ്ടാകണം. ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും നിർബന്ധമായും ഷെയർ ചെയ്ത് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.